മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഏരിയയിൽ കണ്ടെത്തിയ നിപ്പ വൈറസ് ബാധിച്ച വ്യക്തിയുടെ 2 സാമ്പിളുകൾ നെഗറ്റീവായതോടെ സാങ്കേതികമായി രോഗി നിപ്പ അണുബാധ വിമുക്തയായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗിയുടെ രോഗാവസ്ഥ സംബന്ധിച്ച് അവിടുത്തെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലെ ഡോക്ടർ ജിതേഷുമായി മന്ത്രി സംസാരിച്ചു. ഗുരുതര രോഗാവസ്ഥ തരണം ചെയ്തിട്ടില്ലെങ്കിലും രോഗിയുടെ ആരോഗ്യ സൂചകങ്ങൾ തുടർച്ചയായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ 12 ദിവസമായി രോഗി വെന്റിലേറ്ററിന്റെ സഹായം കൂടാതെയാണ് ശ്വസിക്കുന്നതെന്നും ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയ അടിസ്ഥാന സൂചകങ്ങൾ എല്ലാം സാധാരണ നിലയിലാണെന്നും കരൾ, വൃക്കകൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളും സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. രോഗി ബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും പതിയെ മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നതെന്നും ചിലപ്പോഴെങ്കിലും കണ്ണുകൾ ചലിപ്പിക്കുന്നുണ്ടെന്നും 2 ദിവസമായി താടിയെല്ലുകൾ ചലിപ്പിക്കുകയും വേദനയോട് ചെറിയ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നും MRI പരിശോധനകളിൽ അണുബാധ കാരണം തലച്ചോറിലുണ്ടായ പരിക്കുകൾ ഭേദമായി വരുന്നതായി വ്യക്തമാണെന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വ്യാപനമില്ലാതെ രോഗബാധ കെട്ടടങ്ങും എന്നാണ് കരുതുന്നതെങ്കിലും കോൾ സെന്ററും മറ്റു സൗകര്യങ്ങളും കുറച്ചുനാൾ കൂടി തുടരും. കുറച്ചാഴ്ചകൾക്കുള്ളിൽ പൂർണ്ണമായ ശാരീരിക മാനസികാരോഗ്യത്തോടുകൂടി രോഗിക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിലെ ഡോക്ടർമാരായ ജിതേഷ്, വിജയ്, മുജീബ് റഹ്മാൻ, ധരിത്രി എന്നിവർ ഉൾപ്പെടെയുള്ള മുഴുവൻ ടീം അംഗങ്ങളുടെയും പരിചരണത്തിലാണ് രോഗിയുള്ളത്. തീവ്ര രോഗാവസ്ഥയിലുള്ള രോഗിയെ മറ്റൊരിടത്തേക്ക് മാറ്റാതെ അവർ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സംസ്ഥാന നിപ്പ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം വിദഗ്ധ ചികിത്സ നൽകുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ചാനൽ പെരിന്തൽമണ്ണ. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.